friends, welcome to Biyas kitchen. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് സേമിയ ഉപയോഗിച്ചുള്ള ഒരു സിമ്പിൾ സ്നാക്ക് ആണ്. നമ്മുടെ കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയും ഡിന്നറായും റെഡിയാക്കി എടുക്കാവുന്ന ഈ സിമ്പിൾ സ്നാക്ക് അല്പം മധുരത്തോടു കൂടിയാണ് ഞാൻ ഇത് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഇത് റെഡിയാക്കാനായിട്ട് ഒരു കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സേമിയ തിന്നായിട്ടുള്ള സേമിയാണ്. തിക്കായിട്ടുള്ള സേമിയം ഇതിലേക്ക് ഉപയോഗിക്കാം. ഫ്രൈ ചെയ്യാത്ത സേമിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കിസ്മിസ് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്. ഇതിനായിട്ട് 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. 1 കപ്പ് സേമിയാണ് എടുക്കുന്നതെങ്കിൽ 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളമൊഴിച്ച് പാലെടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ പാലെടുക്കുന്ന സമയത്ത് അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാം. തേങ്ങാപ്പാൽ ഇപ്പോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു. 1/2 കപ്പ് വെള്ളം ഒഴിച്ചാണ് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുത്തത്. തിക്കായിട്ടുള്ള സേമിയാണെങ്കിൽ 2.25 കപ്പ് വെള്ളം ഒഴിച്ച് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തേങ്ങയുടെ അളവും കൂട്ടിക്കൊടുക്കണം. 1/2 കപ്പ് തേങ്ങ എടുക്കണം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സേമിയ വളരെ തിന്നായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് 1/2 കപ്പ് വെള്ളമൊഴിച്ച് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുത്തത്. തേങ്ങാപ്പാലിന് പകരം നമുക്ക് പശുവിൻ പാൽ ചേർത്ത് റെഡിയാക്കി എടുക്കാം. പക്ഷേ പശുവിൻ പാൽ ചേർക്കുന്നതിനേക്കാൾ നല്ലത് ടേസ്റ്റും തേങ്ങാപ്പാൽ ചേർത്ത് ചെയ്യുന്നതാണ്. മാത്രമല്ല കുട്ടികൾക്കും വളരെ നല്ലതാണ് തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ടുള്ള ഐറ്റംസ് റെഡിയാക്കി കൊടുക്കുന്നത്. ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കി എടുക്കാം. ഇത് റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് നമുക്ക് പാൻ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഗീ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കാഷ്യൂ നട്ട് കിസ്മിസ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഈ സെയിം പാനിൽ തന്നെ നമുക്ക് നെയ്യിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ഇത് വറുത്ത സേമിയ ആയതുകൊണ്ട് ഒരുപാട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. വറുക്കാത്ത സേമിയ ആണെങ്കിൽ ഈ സ്റ്റേജിൽ തന്നെ നമ്മൾ നല്ലപോലെ വറുത്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഗീ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഞാൻ ഫസ്റ്റ് 2 ടീസ്പൂൺ ഗീ ചേർത്താണ് കാഷ്യൂ നട്ടൊക്കെ ഫ്രൈ ചെയ്തെടുത്തത്. അതിനുശേഷം 2 ടീസ്പൂൺ ഗീ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗീ അധികം ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പകുതി വെളിച്ചെണ്ണയും പകുതി ഗീയും ചേർത്ത് ചെയ്താൽ മതി. ഫുള്ളും ഗീ ചേർത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാനിവിടെ 4 ടീസ്പൂൺ ഗീയാണ് ചേർത്തത്. അപ്പോൾ അതിന് പകരമായിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും 2 ടീസ്പൂൺ ഗീ ചേർത്ത് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ സേമിയയും ക്യാരറ്റും നെയ്യിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് ഈ സ്റ്റേജിൽ തന്നെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ അല്പാൽപമായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കരുത്. ഇനി അല്പം കൂടി ചേർത്ത് കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന തേങ്ങാപ്പാൽ വറ്റിയൊരു വിധമാകുമ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്നിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ സേമിയ കട്ട പിടിച്ചിരിക്കും. പിന്നെ അതുപോലെ വെന്ത് കിട്ടുകയുമില്ല.
തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അതിലേക്ക് ഉപ്പ് ചേർത്താണ് നമ്മൾ പാൽ റെഡിയാക്കി എടുത്തത്. അതുകൊണ്ട് ഈ സമയത്ത് സേമിയയിലേക്ക് അധികം ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട, നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പിൻ്റെ ടേസ്റ്റ് അധികം ഉണ്ടാകാനും പാടില്ല, കാരണം ഇതിൽ നമ്മൾ സ്വീറ്റ് ചേർക്കുന്നത് കൊണ്ട് അല്പം ഉപ്പ് ബാലൻസ് ചെയ്യാനായിട്ട്, ഷുഗർ ബാലൻസ് ചെയ്യാനായിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഈ ബാക്കിയുള്ള തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് സിമ്മിൽ വെച്ച് 1 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 1 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന കാഷ്യൂ നട്ട്, കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സേമിയ ഉപയോഗിച്ചുള്ള വെറൈറ്റി ഐറ്റം ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് റെഡിയാക്കി എടുക്കാനായിട്ടും, വളരെ ടേസ്റ്റിയുമാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് റെഡിയാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം.